നമസ്കാരം. വോയിസ് ഓഫ് വിക്ടിംസിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കേസായിരുന്നു കോഴിക്കോട് കൂടത്തായി പരമ്പര കൊലപാതക കേസ്. ഒരു കുടുംബത്തിലെ 6 പേരെയാണ് ജോളി എന്ന സ്ത്രീ സൈനൈഡ് ഉപയോഗിച്ച് കൊന്നത്. കൊന്നതിന്റെ ഒരു പ്രധാന മോട്ടീവ് ഈ കുടുംബക്കാരുടെ സ്വത്ത് തന്നെയായിരുന്നു. കേസ് പുറത്തു വന്നതിന് പിന്നാലെ ജോളി എന്ന സ്ത്രീ വളരെ ബുദ്ധിമതിയാണെന്നും ഇത്രയും കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടും അവർ പിടികൊടുക്കാതെ വർഷങ്ങളോളം സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് ജീവിച്ചത് അവരുടെ ബുദ്ധി കൊണ്ടാണെന്നുമൊക്കെയുള്ള തരത്തിൽ അന്ന് ഒരു വിഭാഗം ആളുകൾ പറയുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ സൈക്കോപാത്താണ് ഉണ്ടായിരുന്നത്. കൂടത്തായി കേസിന്റെ സമാന സ്വഭാവമുള്ള ഒരു കേസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ജോളിയെപ്പോലെ ഈ കേസിലെ സൈക്കോപാത്തായ 22-കാരൻ സ്വത്തിനു വേണ്ടി തന്നെയാണ് സ്വന്തം അനിയത്തിയെ കൊന്നത്. കാസർഗോഡ് ബളായിലാണ് സംഭവം നടക്കുന്നത്. ഇതൊരു കൂട്ടാത്മഹത്യയാക്കാനാണ് കുടുംബം ശ്രമിച്ചതെന്ന് വരുത്തി തീർക്കാനും കുടുംബസ്വത്തായ 4 ഏക്കർ സ്ഥലം കൈക്കലാക്കി വിറ്റ് നാടുവിടാനും അവൻ നടത്തിയത് ചില്ലറ പദ്ധതികൾ ആയിരുന്നില്ല. ചിക്കൻ കറിയിലാണ് ആദ്യം ആൽവിൻ എന്ന 22-കാരൻ വിഷം കലർത്തി കുടുംബത്തിനെ കൊല്ലാൻ നോക്കിയത്. എന്നാൽ ആ പദ്ധതി പാളിപ്പോവുകയും പിന്നീട് ഈയൊരു എലിവിഷം ഐസ്ക്രീമിൽ കലർത്തി കുടുംബത്തെ ഇല്ലാതാക്കുകയുമായിരുന്നു ആൽബിയുടെ പദ്ധതി. ഭാര്യ, മകൻ, മകൾ എന്നിവർ അടങ്ങിയതായിരുന്നു കാസർഗോഡ് ബളായിലെ ബെന്നിയുടെ കുടുംബം. എല്ലാ കുടുംബങ്ങളിലെ പോലെ ചില്ലറ പ്രശ്നങ്ങളും കാര്യങ്ങളും ആ കുടുംബത്തിനകത്തും ഉണ്ടായിരുന്നു. എന്നാലും സന്തോഷത്തോടെയായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത്. എന്നാൽ ആ കുടുംബത്തിൽ ബാക്കിയുള്ളവരിൽ നിന്ന് വിപരീത സ്വഭാവമുള്ള ഒരാളായിരുന്നു ബെന്നിയുടെ മകൻ ആൽബിൻ. ചെറുപ്രായത്തിലുള്ള ഇയാളുടെ ലഹരി ഉപയോഗം കാരണം ആൽബിന് നാട്ടിൽ വലിയ ബന്ധങ്ങളൊന്നും സൂക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇയാൾക്ക് ആ നാട്ടിൽ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. ആൽബിന് ഈ ബന്ധം തുടരാൻ വീട്ടുകാർ തടസ്സമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീട്ടുകാരെ മുഴുവൻ ഇല്ലാതാക്കി കുടുംബസ്വത്ത് കൈക്കലാക്കുക എന്ന ആശയത്തിലേക്ക് ഇയാൾ എത്തുന്നത്. അങ്ങനെ ഇയാൾ ആദ്യം പദ്ധതിയിടുന്നത് ചിക്കൻ കറിയിൽ എലിവിഷം കലർത്തി കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാനായിരുന്നു. എന്നാൽ ആ ഒരു ചിക്കൻ കറി കഴിച്ചതിന് ശേഷം അവർക്ക് പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തോന്നിയിരുന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ എലിവിഷത്തിന്റെ അളവ് ആ കറിയിൽ കുറഞ്ഞു പോയത് കൊണ്ടാകാം. മാത്രമല്ല അത് പഴകിയ എലിവിഷമായിരുന്നു. എന്നാൽ ഇവൻ ഇതിന്റെ കാര്യം ഇന്റർനെറ്റിൽ തിരയുകയാണ്. എന്തുകൊണ്ടാണ് എലിവിഷം ഉള്ളിൽ ചെന്നിട്ടും ഇവർക്ക് ഒന്നും സംഭവിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഇയാൾക്ക് ഇതിന്റെ അളവിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പഴയ എലിവിഷം ഉപയോഗിച്ചത് കൊണ്ടാണ് തന്റെ ഈ ഐഡിയ പാളിയത് എന്നൊക്കെ മനസ്സിലാകുന്നു. ഇതിന്റെ പിറ്റേ ദിവസം, അതായത് ജൂലൈ 30-ാം തീയതി, ഇയാൾ തന്റെ അനിയത്തിയായ ആൻമേരിയെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വിളിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു ഭാഗം ഇന്നും ഓർക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. എത്ര സന്തോഷത്തോടു കൂടിയാകും ആ 16-കാരി തന്റെ ചേട്ടനെങ്ങനെ വിളിച്ചപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായി പോയിട്ടുണ്ടാകുക. എത്രയൊക്കെ വഴക്കിട്ടാലും തല്ലുപിടിച്ചാലും ആ കുഞ്ഞും ഒരിക്കൽ പോലും തന്റെ ചേട്ടന്റെ ഈ ചിന്ത ഓർത്തു കാണില്ല. അങ്ങനെ 30-ാം തീയതി അവർ ഐസ്ക്രീം ഉണ്ടാക്കി. പ്രതിയായ ആൽവിൻ 2 പാത്രത്തിലാണ് ഇത് എടുത്തു വെച്ചത്. ഒരു ചെറിയ പാത്രത്തിൽ, മറ്റൊന്ന് ഒരു വലിയ പാത്രത്തിലും. ഈ വലിയ പാത്രത്തിലെ ഐസ്ക്രീം അവർ അന്ന് തന്നെ തണുപ്പിച്ച് കഴിച്ചിരുന്നു. ഇതിൽ പ്രതിയായ ആൽവിൻ വിഷം കലർത്തിയിരുന്നില്ല. അന്ന് വീട്ടുകാർ അത് കഴിച്ചെങ്കിലും ഒന്നും സംഭവിച്ചിരുന്നുമില്ല. പിറ്റേ ദിവസം, അതായത് 31-ാം തീയതി, പതിവ് പോലെ എല്ലാ കാര്യങ്ങളും നീങ്ങുമ്പോഴായിരുന്നു മാറ്റിവെച്ച ചെറിയ പാത്രത്തിലെ ഐസ്ക്രീമിൽ ഇവൻ വിഷം കലർത്തുന്നത്. അതായത് 30-ാം തീയതി ഉണ്ടാക്കി ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയ ഐസ്ക്രീമിലേക്ക് അവനെന്ന് വാങ്ങിയ ആ പുതിയ പാക്കറ്റിലെ എലിവിഷം മുഴുവനും ആ ചെറിയ പാത്രത്തിലെ ഐസ്ക്രീമിലേക്ക് കലർത്തുകയാണ്. ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ വീര്യവും കൂടും. ഈ ചെറിയ പാത്രത്തിലെ ഐസ്ക്രീം ആൻമേരി ഒന്നുകൂടി സെറ്റാകാൻ വേണ്ടി ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ പിന്നീട് ഇത് ഈ കുടുംബത്തിലെ ബാക്കി എല്ലാവരും കഴിക്കുകയാണ്. എന്നാൽ തന്ത്രപൂർവമായി ആൽവിൻ ഇത് കഴിക്കുന്നില്ല. മറ്റുള്ളവർക്ക് അതിൽ സംശയവും വരുന്നില്ല. കാരണം ഇന്നലെ എല്ലാവരും കൂടെ ഈ ഒരു ഐസ്ക്രീം തന്നെയാണ് കഴിച്ചത്. അതുകൊണ്ട് മകന് വേണ്ടാത്തതാകുമെന്ന് അവരും കരുതി. ആ ഒരു ഐസ്ക്രീം ഭൂരിഭാഗം കഴിച്ചത് ആൻമേരി തന്നെയായിരുന്നു. കൂടാതെ അവരുടെ അച്ഛനും അതിൽ നിന്ന് കുറച്ചധികം ഐസ്ക്രീം കഴിച്ചിരുന്നു.
അമ്മ അധികമൊന്നും കഴിച്ചിരുന്നില്ല. അന്നേ ദിവസം രാത്രി തന്നെ ഈ കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും തുടങ്ങുകയാണ്. ഛർദിലടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ ഇവിടെ ഈ കുടുംബം ചെയ്തത് ആൻമേരിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ ആണ് എന്ന് പറഞ്ഞ് ചികിത്സിക്കുകയായിരുന്നു. ഒരുപക്ഷെ നല്ലൊരു ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നുവെങ്കിൽ ആ കുട്ടി തീർച്ചയായും രക്ഷപ്പെട്ടാനെ. അങ്ങനെ ഓഗസ്റ്റ് 5-ാം തീയതി ആൻമേരി മരണത്തിന് കീഴടങ്ങുകയാണ്. ബന്ധുക്കളും നാട്ടുകാരുമടക്കം വിചാരിച്ചിരുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ കുട്ടി മരിച്ചു എന്നാണ്. ഈ കുട്ടി മരിക്കുന്നതിനിടയിലുള്ള ദിവസങ്ങൾ ഓഗസ്റ്റ് 1-ന്റെയും 5-ന്റെയും ഇടയിൽ ആൽബിന്റെ അമ്മയെയും അച്ഛനെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയാണ്. അവരെയും ആൻമേരി കാണിച്ച പോലെയുള്ള ലക്ഷണങ്ങളോടെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഇവരുടെ കുടുംബക്കാരും ആ നാട്ടുകാരുമൊക്കെ വിചാരിക്കുന്നത് ഇത് എന്തോ ഭക്ഷ്യവിഷബാധ ഏറ്റാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ്. ബെന്നിക്ക് ആദ്യമേ സാധാരണ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പതിയെ പതിയെ ഈ വിഷം അയാളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ അയാളുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ബെന്നി ആദ്യമേ പയ്യന്നൂരിലെ ഒരു ആശുപത്രിയിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് കണ്ണൂരിലെ ഒരു ആശുപത്രിയിലേക്കും. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ ശസ്ത്രക്രിയകൾ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാകാം അയാളത് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം കോഴിക്കോട് ആശുപത്രിയിലേക്കും ചെന്നിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നിരുന്നാലും ഇയാളുടെ ഉള്ളിൽ എലിവിഷം ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇയാൾക്ക് പല പരിശോധനാ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുകയാണ്. തൊട്ടടുത്ത ദിവസം ഈ പെൺകുട്ടി മരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഒരു സംശയം തോന്നുന്നത്. അതായത് മഞ്ഞപ്പിത്തം വന്നാൽ ഒരാളുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുമാത്രമല്ല ആൻമേരി ആദ്യം കാണിച്ച ലക്ഷണങ്ങളൊക്കെ പതിയെ പതിയെ ബെന്നി കാണിക്കുകയായിരുന്നു എന്നും ഇവർക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞ് ഓട്ടോപ്സി റിപ്പോർട്ടിലും പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. അങ്ങനെ ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർക്കും മറ്റുള്ള ഡോക്ടർമാർക്കും ഒരു സംശയം ഉണ്ടാവുകയാണ്. അതായത് ഈ കുട്ടിയെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന്. ആ സമയത്താണ് ആൻമേരിയുടെ അച്ഛൻ ബെന്നിയും ആശുപത്രിയിലാണെന്ന വിവരം ഇവരറിയുന്നത്. അങ്ങനെ പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാര്യങ്ങൾ കേട്ടതോടെ പോലീസിന് കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയായി. മാത്രമല്ല അവിടെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ വിരൽ ചൂണ്ടുന്നതും ആൽവിന് നേരെയാണ്. കാരണം ഒരു കുടുംബത്തിലെ 3 പേർ ആശുപത്രിയിൽ, ഒരാൾ മരണത്തിന് കീഴടങ്ങി, ഒരാൾ ജീവന് വേണ്ടി ആശുപത്രിയിൽ കിടക്കുന്നു. സ്വാഭാവികമായും എല്ലാവരുടെയും വിരൽ തിരിഞ്ഞത് ആൽവിന് നേരെയാണ്. അങ്ങനെ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ്. സംഭവത്തിൽ ആദ്യം ചെറുപുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ദിവസങ്ങൾക്ക് മുമ്പ് കേസ് വെള്ളരിക്കുണ്ട് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ സഹോദരൻ 22-കാരനായ ആൽബിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളുകൾ അഴിയുന്നത്. കുടുംബത്തെ മുഴുവനായും കൊന്നൊടുക്കാനായിരുന്നു പ്രതി ആദ്യം പദ്ധതിയിട്ടത്. ഇതിനായി ആദ്യം നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി ചിക്കൻ കറിയിൽ കലർത്തിയ എലിവിഷത്തിന്റെ പാക്കറ്റുകൾ വീട്ടിലെ കൊപ്ര ചാക്കുകൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു. ഇതുകൂടാതെ സഹോദരിയുടെ മരണത്തിനിടയാക്കിയ ഐസ്ക്രീമിൽ ചേർത്ത വിഷവും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. വാഴയുടെ ചുവട്ടിലായിരുന്നു ഇത് കുഴിച്ചിട്ടത്. എല്ലാത്തിനും പിന്നിൽ താനാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ബുദ്ധിപൂർവമായിരുന്നു പ്രതി എല്ലാ നീക്കങ്ങളും നടത്തിയത്. ഐസ്ക്രീമിൽ വിഷം ചേർത്തത് മനസ്സിലാക്കാതിരിക്കാൻ ഉപയോഗിച്ച കളർ പാക്കറ്റും ഐസ്ക്രീം തയ്യാറാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും പോലീസ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പിടിക്കപ്പെടാതിരിക്കുവാൻ വിഷത്തിന്റെ പാക്കറ്റ് കത്തിച്ചു കളയാനും പ്രതി ശ്രമിച്ചിരുന്നു. സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കാൻ ഐസ്ക്രീമിൽ വിഷം കലർത്തിയ ആൽബിന് കുറ്റകൃത്യം നടത്തിയതിൽ കുറ്റബോധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. എലിവിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മരിച്ച സഹോദരി ആൻമേരിയുടെ മരണാന്തര ചടങ്ങിലും ആൽബിൻ ഒരു കൂസലുമില്ലാതെയാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇക്കാര്യം വ്യക്തമായതോടെ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൽബിൻ മയക്കുമരുന്നിന് അടിമയായിരുന്നുവെന്നും നാട്ടിൽ ആരുമായി വലിയ അടുപ്പങ്ങൾക്കോ ബന്ധങ്ങളോ സൂക്ഷിച്ചിരുന്നില്ല എന്നും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ നാട്ടിലുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലായ ആൽബിന് ഈ ബന്ധം തുടരുവാൻ വീട്ടുകാർ തടസ്സമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീട്ടുകാരെ മുഴുവൻ ഇല്ലാതാക്കി കുടുംബസ്വത്ത് കൈക്കലാക്കുക എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഇത് ആൽബിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആൽബിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് അധികം ആർക്കും അറിയുകയും ഇല്ലായിരുന്നു. ഇയാൾ സഹോദരിയോട് പോലും മോശമായി പെരുമാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.
ആൽബിന് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്ന് സ്ഥിരീകരിച്ചതായി വെള്ളരിക്കുണ്ട് CI വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യപരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഓട്ടോമൊബൈൽ കോഴ്സ് പഠനത്തിന് ശേഷം തമിഴ്നാട് കമ്പത്ത് ട്രെയിനിങ്ങിനാണെന്ന് പറഞ്ഞായിരുന്നു ആൽബിൻ വീട്ടിൽ നിന്ന് പോയത്. എന്നാൽ അവിടെ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ലോക്ക്ഡൌണിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടതോടെ നാട്ടിൽ തിരിച്ചെത്തി. ഈ സാഹചര്യത്തിലെ മാനസിക സംഘർഷവും പ്രതിക്ക് കുറ്റത്തിന് പ്രേരണയായിട്ടുണ്ടാകാമെന്ന് കാസർഗോഡ് SP പറഞ്ഞു.